പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം ഊഴത്തിന്റെ അവസാന വർഷങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ആദ്യത്തെ 5 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുകയും മികച്ച ഭൂരിപക്ഷത്തിൽ രണ്ടാം ഊഴത്തിലേക്ക് വിജയിച്ചു വരികയും ചെയ്തു. ഇനി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും മൂന്നാം ഊഴത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. മൂന്നാം ഊഴത്തിലേക്ക് പ്രവേശിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ വിജയത്തിന്റെ ഗ്രാഫുകൾ തീർച്ചയായും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. പിണറായി വിജയൻ സർക്കാരിന്റെ 9 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ 10ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രിമാർ, പെർഫോമൻസ് ചെയ്യുന്നവർ ആരാണ് എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന മന്ത്രി അത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും മോശമായ മന്ത്രി ആരാണ്, ഏറ്റവും മോശമായ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ചിഞ്ചു റാണിയാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. മൃഗസംരക്ഷണ വകുപ്പാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. നാടിലാകെ പട്ടികരുടെ ഭരണമാണ്. തെരുവുകളിൽ രാത്രി ഇറങ്ങി നടക്കാനേ സാധിക്കുന്നില്ല. പകലും പുലർച്ചെയും പട്ടികളുടെ വിളയാട്ടമാണ് എവിടെയും. പേപിടിച്ച പട്ടികളുടെ കുത്തരങ്ങായി മാറിയിരിക്കുന്നു കേരളം. മൃഗസംരക്ഷണ വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ചിഞ്ചുറാണിയുടെ കഴിവുകേട് എന്നല്ലാതെ എന്തു പറയാം. എന്നാൽ കേരളത്തിൽ ഏറ്റവും ഉഷാറായി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു വകുപ്പ് മന്ത്രി വാസവൻ കൈകാര്യം ചെയ്യുന്ന വർഗീയ വികസന വകുപ്പാണ്. അതിന്റെ വികസന പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി കേരളത്തിൽ നടക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലെല്ലാം ഉണ്ട് എന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വർഗീയതയുടെ വലിയ ആന്തോളനമാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വർഗീയ വികസനത്തിൽ കേരളത്തെ ഏറ്റവും മുന്നിലെത്തിച്ച വാസവൻ മന്ത്രിയുടെ സേവനങ്ങളെ എടുത്തു പറയാതിരിക്കുക നിർവാഹമില്ലാത്ത ഒരു കാര്യമാണ്. വാസവൻ മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ മാറ്റി നിർത്തിയാൽ പിണറായി മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ തന്നെ ശൂന്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ശ്രീ വാസവൻ കൈകാര്യം ചെയ്യുന്ന വർഗീയ വികസന വകുപ്പ് കേരളത്തിന്റെ വർഗീയതയുടെ ഗ്രാഫിനെ വളരെയധികം ഉയർത്തിയിരിക്കുന്നു. വർഗീയതയുടെ ഗ്രാഫ് വളർത്തിക്കൊണ്ട് തന്നെ തൃശ്ശൂരിൽ പൂരം കലക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ സംഭാവനകൾ അദ്ദേഹത്തിന്റെ കാലത്ത് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. വർഗീയതയുടെ പേവിഷബാധയേറ്റ് വെന്റിലേറ്ററിൽ അടയ്ക്കേണ്ട ആളുകളെ സാന്ത്വനിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ പൂർവോത്തരം ശക്തമായി വീണ്ടും വീണ്ടും വർഗീയതയുടെ വിഷം ഈ സമൂഹത്തിലേക്ക് വമിപ്പിച്ചാൽ നല്ല ആശ്വാസം കേരളത്തിന് ലഭിക്കുമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് ശ്രീ വാസവൻ. അദ്ദേഹം വർഗീയതയുടെ വിഷം തുപ്പുന്ന ബിഷപ്പുമാരുടെ മാളങ്ങളിലും വർഗീയതയുടെ വിഷനാമ്പുകൾ പടർത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ ആവോളം കെട്ടിപ്പിടിച്ച് സ്നേഹ സംഭാഷണങ്ങളും അതുപോലെ തന്നെ ആദരവും ആദരങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാസവൻ മന്ത്രി അദ്ദേഹം ചെയ്യുന്ന വർഗീയ വികസന വകുപ്പിനെ പ്രശംസിക്കാതിരിക്കാൻ ഒരു മലയാളിക്കും കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് ഉള്ളത്. പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും ഉജ്ജ്വലമായി കഠിനാധ്വാനം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം ഞാൻ പറഞ്ഞിരുന്നല്ലോ, പിണറായി വിജയൻ സഖാവാണ് എന്ന്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ മേന്മകളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഗുണങ്ങളും എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 9 വർഷമായി അദ്ദേഹം അതിന്റെ പ്രോഗ്രസ് ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം ചെയ്യുന്ന വകുപ്പുകളിൽ വലിയ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. BJP വികസന വകുപ്പ് അത് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം BJPയുടെ വളർച്ചയിലും അതുപോലെ തന്നെ അവർക്ക് ലോക്സഭയിൽ MP-മാരെ ഉണ്ടാക്കി കൊടുക്കുന്നതിലും വരാൻ പോകുന്ന നിയമസഭയിൽ MLA-മാരെ ഉണ്ടാക്കുന്നതിനും വരാൻ പോകുന്ന കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഉജ്ജ്വലമായ വിജയം BJPക്ക് നൽകുന്നതിനൊക്കെ വേണ്ടി അഹോരാത്രം ആ വകുപ്പിനെ പണിയെടുത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ BJPയുടെ വികസനം കേരളത്തിൽ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആ വകുപ്പ് ശ്ലാഘനീയമായ പ്രവർത്തനമാണ് കേരളത്തിൽ കാഴ്ചവെക്കുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വകുപ്പ് RSS സംരക്ഷണ വകുപ്പാണ്. RSSനെ ഒരു പുരാവസ്തുവിനെ പോലെ സംരക്ഷിക്കുകയും കേടുപാടുകളൊന്നും സംഭവിക്കാതെ നിലനിർത്തുകയും ചെയ്യുന്നതിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അശ്രാന്തമായ പരിശ്രമമാണ് നടത്തുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അമേരിക്കയിൽ പോയാലും UAE-യിൽ പോയാലും എവിടെ പോയാലും RSSനെ സംരക്ഷിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റിനെയും കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അദ്ദേഹം കാണുകയും കരുതുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഇന്ത്യയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയും വംശഹത്യ നടത്തുന്നതിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ ദുബായിൽ വണ്ടിച്ചെക്ക് കേസിൽ പെട്ടപ്പോ പിണറായി വിജയൻ സഖാവ് RSSനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, BJPയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ആ വർഗീയവാദിയെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി MA യൂസുഫ് അലിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് അരമന വർത്തമാനങ്ങളിൽ പറയുന്നത്.
പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും മോശമായ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പാണ്. അത് ചിഞ്ചു റാണിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും കൂടി നമുക്ക് പരിശോധിക്കാം. തെരുവുകൾ നിറയെ പട്ടികളും പേപ്പട്ടികളുമാണ്. കുട്ടികളെ കടിച്ചു കീറുന്നു, തൊഴിലാളികളെ കടിച്ചു കീറുന്നു, പുലർച്ചെ സഞ്ചരിക്കുന്ന ആളുകളെ കടിച്ചു കീറുന്നു, സ്കൂളിലും ട്യൂഷനിലും അങ്കണവാടിയിലും ഒക്കെ പോകുന്ന കുട്ടികളെ ആക്രമിക്കുന്നു തെരുവ് നായകൾ, ഹോസ്പിറ്റലിൽ കാവലിരിക്കുന്ന ആളുകളെ ആക്രമിക്കുന്നു തെരുവ് നായകൾ, വഴിയോരത്ത് നടക്കുന്ന ആളുകളെ ആക്രമിക്കുന്നു തെരുവ് നായകൾ. അതിൽ പല തെരുവ് നായകൾക്കും പേവിഷബാധയാണ് എന്നുള്ളത് കുട്ടികൾ മരണപ്പെടുമ്പോഴൊക്കെയാണ്, ആളുകൾ മരണപ്പെടുമ്പോഴൊക്കെയാണ് നമ്മൾ അറിയുന്നത്. വളരെ ക്രൂരമായ ഒരു വിനോദമായി പേപിടിച്ച നായ്ക്കൾ കേരളത്തിന്റെ തെരുവുകളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അതിനിടയിൽ വെള്ളപ്പള്ളി നടേശനെ പോലെയും PC ജോർജിനെ പോലെയുമുള്ള പേപിടിച്ച വർഗീയ ഭ്രാന്തന്മാരായ ആളുകൾ തെരുവ് നായകളെക്കാളും മോശമായ നിലയിൽ ഈ കേരളത്തിന്റെ തെരുവുകളെ മലീമസമാക്കിക്കൊണ്ട് ജനങ്ങളെ കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയ ഭ്രാന്തിനാൽ, വർഗീയ വിഷത്താൽ ഭ്രാന്തമായ പേ പിടിച്ചുകൊണ്ട് ജനങ്ങളെ കടിച്ചു കീറുന്നു. അത് ചില സമുദായങ്ങളെയോ മതങ്ങളെയോ ചേർത്ത് വെച്ചിട്ടാണ്. അങ്ങനെ പേ പിടിച്ച് കടിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന വെള്ളപ്പള്ളിയെയും PC ജോർജിനെയും ചങ്ങലക്കിടുവാനോ കൂട്ടിലടയ്ക്കുവാനോ മൃഗസംരക്ഷണ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ ചിഞ്ചു റാണിക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ മൃഗസംരക്ഷണ വകുപ്പ് മോശമായി പോയി എന്ന് ഞാൻ പറഞ്ഞത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് വരാം. അതുവരെ ശുഭദിനം.